ഇന്നിത് മൊത്തം കെട്ടി പെയിന്റും അടിച്ച് നമ്മൾ നാളെ കയറി അങ്ങ് താമസിക്കും. എന്താ ആ മോനുവേ പാത്ത നിൽക്കും ഒരാള്. കൊള്ളാവോ കുഞ്ഞോ? കുഞ്ഞോ കൊള്ളാവോ? അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തിച്ചർച്ചയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ പനിയായിരുന്നു, തൊണ്ട ഒട്ടും എടുക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്, ഗുളിക കഴിച്ചു കേട്ടോ. പിന്നെ ആന്റിബയോട്ടിക് എടുത്തു, അപ്പൊ ഇച്ചിരി ഭേദമുണ്ട്. പക്ഷെ പനിയുടെ അസ്വസ്ഥത, ആ തൊണ്ടയുടെ ഇത് ഇച്ചിരി കുറഞ്ഞു. എന്നാലും സൗണ്ട് ഒന്നും ക്ലിയർ ആയില്ല കേട്ടോ. സൗണ്ടിന് ഒരു വ്യത്യാസമൊക്കെ ഇല്ലേ. രാവിലെ എണീറ്റ പൊട്ട് സൗണ്ട്, ഞാൻ വിചാരിച്ചു തൊണ്ട പോയിരിക്കും. അത് വിചാരിച്ചു. തൊണ്ട എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടെന്നുള്ള ഒരു ദൂരം ഇല്ല, ശബ്ദമേ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ ആയിരുന്നു ഇന്നലെ കിടന്നത്. അപ്പൊ കൂപ്പ് എനിക്ക് തേയിലവെള്ളം ഇട്ടു, ചൂടോടെ കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഓക്കെ ആയി. പിന്നെ അതിന് നമ്മൾ കട്ടള വെക്കുമായിരുന്നു. അത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് ചേർത്തേക്കാതെ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് വലിയ ചടങ്ങുകളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ ഒന്ന് ആക്കി എടുക്കണം. അപ്പം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അല്ലേ. അത് നമ്മൾ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി താമസിച്ച് പോയപ്പോൾ, ഇനി സമയമുണ്ടല്ലോ, വലുതാവുന്നതിന് മുമ്പേ പോയി കാണാം. ഉടനെ വലുതാവോ? അവിടെ നാളെ വലുതാവോ? ഗോപികയുടെ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ പോയി, മോനിക്കുട്ടനെ കൊണ്ടുപോയില്ല. മോനിക്കുട്ടനെ കാണണോ. പിന്നെ അപ്പം അതൊക്കെയാണ് ഇന്ന് നമ്മുടെ പകലത്തെ. അതെല്ലാം കഴിഞ്ഞിട്ട് കട്ടലോപ്പ് കഴിഞ്ഞ് എനിക്ക് വയ്യായിരുന്നു രാവിലെ. ഞാൻ നീങ്ങി നിരങ്ങിയൊക്കെയാണ് ഓരോന്നും ചെയ്തത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. അവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പിന്നെ കുറേ തുണികൾ വാഷിംഗ് മെഷീനകത്ത് കിടപ്പുണ്ടായിരുന്നു. കൂപ്പും കൂടെ വന്ന് തുണിയെല്ലാം വിരിച്ചിട്ടു. ഞാൻ പോയപ്പോൾ ഇച്ചിരി താമസിച്ചു. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തുവാ നമ്മുടെ തേങ്ങാപ്പൊടി ഒരു പാക്കറ്റ് പാലും മേടിച്ചു. പാലിരിപ്പുണ്ട്, അതുകൊണ്ട് ഒന്നേ വാങ്ങിച്ചു. ഇവിടെ മുട്ടായി, എനിക്ക് ഗുളിക കഴിച്ചിട്ട് ഒരു മുട്ടായി വായിലിടാൻ വെച്ചിരുന്ന ഈ മോനെ കൂട്ടാൻ വെച്ചേക്കത്തില്ല. പിന്നെ ഇത് പഴുത്ത മാങ്ങ കേട്ടോ, മാമി കുക്കുനെ കൊടുത്തതാ. എനിക്ക് 3-4 തന്നു. പക്ഷെ ഇത് പഴുത്ത മാങ്ങ കറി വെക്കത്തില്ല, അങ്ങനത്തെ മാങ്ങ കേട്ടോ. മൂക്കല്ലാടങ്ങിയിരിക്കുന്നത് മണമൊന്നും അറിയുന്നില്ല. മാസ്ക് ഒക്കെ വെച്ചിരിക്കുവായിരുന്നു ഇന്ന് ഫുള്ള്. മണമുണ്ടോ? എനിക്ക് ഒരു മണവും അറിയുന്നില്ല. അത് എടുത്തിട്ട് ഒരു ഇതുമില്ല. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ചോറ് ഞാൻ കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. മീൻ മറക്കാനുള്ളത് എടുത്ത് വെക്കണം. അമ്മ കുറച്ച് തീയൽ തന്നു. ഇന്നലെ അവിടെ തീയൽ വെച്ചായിരുന്നല്ലോ. തീയലും പിന്നെ വേറെ എന്തോ മീൻ വറുത്തത്, വേറെന്തോ കൂട്ടാൻ ഒന്നുമില്ല. ആ കടുമാങ്ങ അത് മതി. ഇനി എനിക്കൊന്നും വെക്കാൻ വയ്യ, റെസ്റ്റാ. അപ്പോൾ ഇന്ന് കുളിച്ചേ വെച്ച് വരട്ടെ. എന്നാ മിച്ചറുണ്ട അതിനകത്ത് പായം കഴിക്കുമായിരുന്നു. ചുമ്മാ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചോണ്ട് കുളിച്ചിട്ട് വരാവേ. ഇതെവിടുന്നാ? ഏത് ചേട്ടന്? അപ്പം കഴിച്ചോ ദോശ വയ്ക്കുന്നില്ലേ?
ചേട്ടൻ ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ മേടിച്ചു തന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് എവിടുന്നാ. 2-3 ദിവസത്തെ തുണികൾ കഴുകി ഉണക്കിയത് കൊണ്ട് കസേര, നമ്മുടെ ഭാരം താങ്ങി കസേര ഉണ്ടല്ലോ, അവിടെ കൊണ്ടിങ്ങനെ മോളി വെച്ചേക്കുമായിരുന്നു പല പോലെ. ഇന്നിപ്പോൾ അതെല്ലാം മടക്കി വെച്ചു. പിന്നെ എന്താ പറയുന്നേ, മോനിക്കുട്ടൻ്റെ തുണിയെല്ലാം മോനിക്കുട്ടൻ മടക്കും കേട്ടോ. ഇനി വയ്യായിരുന്നു, എൻ്റെ തന്നെ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം മടക്കി വെച്ചു. ഇനി അവൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടത് നടക്കും. പിന്നെ ഇന്നലത്തെ മോനിക്കുട്ടൻ്റെ പിണക്കം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു മോനിക്കുട്ടൻ്റെ അടിയുടെ കുറവുണ്ടെന്ന് കേട്ടോ. മോനിക്കുട്ടനെ ഞാൻ ഇങ്ങനെ അടിക്കണമെന്ന് നിങ്ങൾ പറയാം. എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു. ഞാൻ അടിക്കത്തില്ലതൊന്നുമല്ല, നല്ല അടിയൊക്കെ കൊടുക്കും ഇടയ്ക്ക് കേട്ടോ. പക്ഷെ മുത്തിനെ ഞാൻ അടിക്കോ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും ഞാൻ മോനിക്കുട്ടനെ അടിക്കാറില്ല, അതൊരു സത്യമാണ്. പിന്നെ എൻ്റെ കാര്യം ഞാൻ എപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ പാലൂട്ടി വളർത്തി, അവനെ കൊണ്ട് നടന്ന് ഭക്ഷണം കൊടുത്ത്, അവൻ വീഴുമ്പോൾ ഒന്ന് താങ്ങായി ഒക്കെ നിന്ന ഒരമ്മയായിരുന്നെങ്കിൽ എനിക്ക് അവനെ അടിക്കാനും 100% അവകാശമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു 9 മാസം എന്ന് പറയുമ്പോൾ അവന് എഴഞ്ഞൊക്കെ നടക്കുന്ന പ്രായമാണ്. ആ സമയം വരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ കുതിരീരെ ഉമ്മ കൊടുത്ത് ഭക്ഷണം കൊടുത്തൊക്കെ വളർത്തിക്കൊണ്ട് വന്ന. പക്ഷെ അതിന് ശേഷമുള്ള കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് എടുക്കാൻ എനിക്ക് ശരിക്കും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആദ്യം നമുക്ക് സർജറി വരെ ഒരു 7 മാസം 8 മാസത്തോളം എനിക്ക് കീമോ ചെയ്തു. അതിനുശേഷം 8 അല്ല അതിലും കൂടുതൽ എടുത്തു. അപ്പം കീമോ കഴിഞ്ഞായിരുന്നു സർജറിക്ക് ശേഷം ഞാൻ എൻ്റെ മോനിക്കുട്ടിനെ എടുക്കാറേ ഇല്ല. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് കൊതി തോന്നുമ്പോൾ മുത്ത് എടുത്ത് എൻ്റെ എളിയിലോട്ട് വെച്ച് തരും. അങ്ങനെ ഞാൻ അവനെ കൊണ്ട് നടന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവനെ വാത്സല്യത്തോടെ ചേർത്ത് അണക്കേണ്ട ഒരു സമയത്ത് എനിക്ക് അവന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൈ വിറയ്ക്കും, സത്യം അതാണ് കേട്ടോ. അവനെ ഹരിക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്ത് തെറ്റ് കാണിച്ചാലും ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നൊന്നുമല്ല. പിന്നെ അവന് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ കുറുമ്പുണ്ടല്ലോ, ഈ പിണക്കം, അതൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. എൻ്റെ പ്രിയങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് നേരം എന്നോട് മുഖം നിർപ്പിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ. എന്നോട് പിണങ്ങിയാലും കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഞാനൊന്ന് വിളിച്ചാൽ ഓടിയെങ്കിൽ വരും, അങ്ങനെ പിണങ്ങിയിരിക്കത്തൊന്നുമില്ല. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് എൻ്റെ മക്കൾ 2 പേരും 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് ഞാൻ വളർത്തിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മുത്തിനെ ഞാൻ അവന് നടക്കാറൊക്കെ ആയപ്പോൾ അവനെ ഞാൻ മുറ്റത്തൊക്കെ കളിക്കാൻ വിട്ട് അവനെ കാലിൽ എന്തെങ്കിലും ചള്ളയൊക്കെ പറ്റിയാൽ ഞാൻ ഓടിച്ചെന്ന് എടുത്ത് കഴുകി കാലെല്ലാം തുടച്ച് ചെരുപ്പൊക്കെ ഇടിയിച്ച് വീണ്ടും കൊണ്ടുവിടും. വീണ്ടും മണ്ണ് പറ്റുമോ വീണ്ടും അങ്ങനെയായിരുന്നു. എനിക്ക് അത്രയും അവനെ താഴെ വയ്ക്കാതെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ മോനിക്കുട്ടനെ എനിക്കതിന് പറ്റിയില്ല. അപ്പം എനിക്ക് ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാലം ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളോടൊപ്പം നമ്മളായിരിക്കേണ്ട ഒരു കാലത്ത് നമുക്കതിന് കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ഇതുണ്ട് എനിക്ക് കേട്ടോ. അതൊരു വലിയ തീരാത്ത നഷ്ടം തന്നെയാണ്. അത് നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോൾ എന്നെ പോലുള്ള എത്രയോ അമ്മമാരുണ്ടാവും അങ്ങനെ. അപ്പോൾ അവർക്കൊരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ കുറച്ചുകൂടി നെഞ്ച് പെടയും. സാധാരണ നമ്മളെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു പെടച്ചിൽ തോന്നാറുള്ളത് ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ജീവിച്ചവർക്കാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിണക്കം കാണുമ്പോൾ ദേഷ്യം വരും, അതൊരു സത്യം. പക്ഷെ ഒരുപാട് സമയമൊന്നും പിണങ്ങിയിരിക്കാറില്ല. പിന്നെന്താണ്, നമ്മുടെ എന്താ പറയുന്നത്, വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു ധൈര്യം തന്നെയാണ്. ദൈവം നടത്തുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസിലൂടെ ഇങ്ങനെ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരാളെ സഹായിക്കാമോ, അവൾക്ക് 5 വയസ്സ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല, എനിക്ക് സഹായിക്കാനുള്ള സാഹചര്യമല്ല. പക്ഷെ എന്നോട് വ്യക്തിപരമായിട്ട് എന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചി എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മളൊരു ഹെൽപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വിശ്വാസയോഗ്യമായിട്ട് അത് എത്തേണ്ടടുത്തായിരിക്കണം എത്തേണ്ടത്. പണമിടപാടെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് സേഫായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. നാളെ നമുക്കൊരു പേരുദോഷം വരരുത്, കൊടുക്കുന്ന ആൾക്ക് നഷ്ടം വരരുത്, അങ്ങനെയുള്ള ഒരു കാര്യമാണല്ലോ.
അപ്പം ഞാനതുകൊണ്ട് എൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളെ ഞാൻ കണ്ടു. പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതാണ്. വയറിനകത്താണ്. അപ്പം അവർക്ക് യാതൊരു സാഹചര്യവും ഇല്ലാത്തവരാണ്. ട്രീറ്റ്മെൻറ്റിനോ അല്ല കൂടെ നിൽക്കാൻ പോലും ഒരാൾ സഹായത്തിനില്ലാത്ത ഒരു അമ്മയാണ്, എന്നെ പോലെ തന്നെ. അപ്പം ആ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞതുപോലെ എന്തെങ്കിലും സഹായം ചെയ്യുന്നെങ്കിൽ അവർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ഇനിയും മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിൽ പറയാം കേട്ടോ. സഹായം ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുത്താൽ അവർ സഹായിക്കും കേട്ടോ. സാഹചര്യത്തിലെല്ലാം ഇങ്ങനെ ചതിയും വഞ്ചനയും കള്ളത്തരവും കാണിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും മടിയാണ്. സഹായിക്കണമെന്ന് തോന്നിയാൽ തന്നെ അവർ പിന്നോട്ട് മാറും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും സഹായിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. എന്നോട് കടം ചോദിച്ചതുകൊണ്ട് ഞാൻ കൊടുത്തിട്ട് പോലും എനിക്കത് തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ആ ഒരു പൈസയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വലിയ വിലയാണ്. ഇപ്പോൾ കിട്ടിയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചോദിച്ച് ക്ഷീണിച്ച് ഇപ്പം ഞാൻ ഇനി അത് ഉപേക്ഷിച്ച് കളയാൻ നിവർത്തിയുള്ളൂ. ഇനി അത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്കൊരു വിലയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കൊരു വില പോവല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ചോദിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലും അത്രയും മോശമായ അവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. പക്ഷെ ഇപ്പോൾ അതിനുള്ള അവസ്ഥ അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനായിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്തേനെ കേട്ടോ. പിന്നെ വേറെ എന്താ, ഇനിയിപ്പം ഞാൻ ഇച്ചിരി ചോറ്, ഞാൻ പറഞ്ഞില്ല കുക്കറിനകത്ത് ഇച്ചിരി ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാർത്തിട്ട് തീയലൊക്കെ കൂട്ടി ചോറിന് ഞങ്ങളെ അതൊക്കെ മോനുവിൻ്റെ അച്ചാച്ചൻ്റെ പാൻ്റെ മോനുക്കുട്ടൻ എടുത്ത് വെച്ചതായിടെ. അത് വെച്ചാല് പിന്നീടാ. തല കുളിച്ച് എന്തിനാന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ തല കുളിക്കാതെ എങ്ങനെ ഇത്രയും ചൂട്. ടൗണിൽ നല്ല മഴയായിരുന്നു. ആ മഴ കാരണം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു തുള്ളി മഴയില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ മഴ കാരണം ഞാൻ അവിടെ മഴ പെയ്തിട്ടാണ് ഞാൻ ഇനി പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കും മഴ പെയ്തു. ഇന്ന് ഫുള്ള് ചൂടുവെള്ളം കൂടിയായിരുന്നു. ചൂടുവെള്ളം. അതുകൊണ്ടാട്ടോ ഒച്ച ക്ലിയർ ആയതല്ല. രാവിലെ എനിക്ക് ഒട്ടും ഒച്ച എടുക്കാൻ വയ്യായിരുന്നു. നമുക്ക് അത്താഴത്തിനുള്ള പരിപാടി നോക്കിയാലും നീ മറക്കാം. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ച് കുറേ നേരം വീട് പണിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവനവിടെ ഇരിക്കുന്നെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആട്ടോ. ഇങ്ങനെ ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നതല്ല. അപ്പൊ അത് നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഉള്ള ആകാംക്ഷ കൊണ്ട് എപ്പോഴും വിളിക്കും. ആവോ എന്തുവാ ഈ വെട്ടി നുറുക്കുന്നേ? ഈ അലമാരി അടച്ചിടാത്ത എന്താ? പാറ്റ കയറും അതിനകത്ത്. പാറ്റായും പല്ലിയൊക്കെ പോയി അടച്ചിട്. ഏത് സാധനം? ഓക്കെ, എന്ത് ചെയ്യും? വാ ചോറുണ്ണ. ഇടയ്ക്ക് ഒരു ദിവസം കടുമാങ്ങ തീരുന്നതിന് മുമ്പേ കഞ്ഞിയും പയറും കുടിക്കണം. തീയൽ മീൻ വറുത്തത്,
കടുമാങ്ങ വിളമ്പിക്കോട്ടെ. വിളമ്പിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നാളെ കാണാമേ. മഴക്കോളുണ്ട്. മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അല്ലേ മോനുക്കുട്ട? കൈ പൊള്ളിക്കല്ലേ. അപ്പൊ കഴിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരിടങ്ങേറി പിടിച്ച ശബ്ദം പോലെ ഇപ്പൊ. അപ്പൊ നമുക്കിനി നാളെ കാണാം കേട്ടോ. നാളെ കാണാം. അതുവരെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.